വൈസ് ചെയർമാനായിരുന്ന നടൻ പ്രേംകുമാറിന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതല കൈമാറാനുള്ള തീരുമാനം അർഹതയ്ക്കും കഴിവിനുമുള്ള അംഗീകാരം. സമകാലിക സിനിമാ പ്രവർത്തകരിൽ സമാനതകളില്ലാത്ത അക്കാദമിക് മികവ് പ്രേംകുമാറിനുണ്ട്. ഹാസ്യതാരമായി ഒരു കാലത്ത് സിനിമാ രംഗത്ത് നിറഞ്ഞ പ്രേംകുമാറിനെ മികച്ച വേഷങ്ങളിൽ നിന്ന് അകറ്റിയത് സിനിമയിലെ പവർ ഗ്രൂപ്പായിരുന്നു. അനിയൻ ബാവ ചേട്ടൻ ബാവ സിനിമയിലെ അമ്മാവ വിളിയിലൂടെ മലയാളത്തിലെ ഹാസ്യ സാമ്രാട്ടുകളുടെ നിരയിലേക്ക് പ്രേംകുമാറും ഉയരേണ്ടതായിരുന്നു. പക്ഷേ സിനിമയിലെ അതീന്ദ്രിയ ശക്തികൾ പ്രേംകുമാറിനെ വെട്ടിവീഴ്ത്തി. പിന്നീട് വളരെ കാലം സിനിമയിൽ സജീവമല്ലാതെയുമായി. പിണറായി സർക്കാർ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനാക്കി. പ്രേംകുമാറിന് ചുമതലകൾ നിർവഹിക്കാൻ കഴിയുമോ എന്ന സംശയമുയർത്തിയവർക്ക് മൂക്കിൽ കൈവയ്ക്കേണ്ടി വന്നു. അക്കാദമിയെ ഒരുമിച്ച് നിർത്താൻ പ്രേംകുമാർ നിർണായക ശക്തിയായി. ചെയർമാൻ രഞ്ജിത്ത് നിരന്തര വിവാദങ്ങളിൽ കുടുങ്ങിയപ്പോഴും തികഞ്ഞ പക്വതയോടെ കാര്യങ്ങളിൽ ഇടപെട്ടു. ചലച്ചിത്രമേളകളിൽ പിഴവുണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കരുതലെടുത്തു. ഒടുവിൽ രഞ്ജിത്ത് വീണപ്പോൾ അർഹതയുടെ അംഗീകാരം പ്രേംകുമാറിനെ തേടിയെത്തി. 2022 അക്കാദമിക് ഇപ്പോഴത്തെ ജനറൽ കൗൺസിൽ നിലവിൽ വന്നത്. അന്നു മുതൽ വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാർ ചെയർമാന്റെ അഭാവത്തിലെല്ലാം സജീവമായി തന്നെ അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. തുടർന്നും കഴിയും വിധം മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുമെന്ന് പ്രേംകുമാർ പറഞ്ഞു. ചുമതലയേറ്റ ശേഷം ജനറൽ കൗൺസിൽ യോഗം ചേർന്ന് ചലച്ചിത്രമേളയുടേതടക്കമുള്ള കാര്യങ്ങളിൽ ജനാധിപത്യപരമായി തന്നെ അക്കാദമിയെ നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദീർഘകാലമായി അഭിനയരംഗത്തുള്ള പ്രേംകുമാർ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് തിയേറ്റർ ആർട്സിലും കേരള സർവകലാശാലയിൽ നിന്ന് മനഃശാസ്ത്രത്തിലും ബിരുദം നേടിയിട്ടുണ്ട്. പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദൂരദർശൻ സീരിയലുകളിലാണ് ആദ്യം താരമായത്. കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്ത പ്രേംകുമാറിന് സിനിമയിലും തുടക്കം പിഴച്ചില്ല. പി കൃഷ്ണപിള്ളയുടെ ജീവചരിത്ര സിനിമയിൽ നായകനായി അഭിനയിച്ചത് പ്രേംകുമാറായിരുന്നു. ഈ സിനിമയുടെ സ്വിച്ച് ഓണിനെത്തിയത് സാക്ഷാൽ EMS ആയിരുന്നു. കൃഷ്ണപിള്ളയായി വേഷമിട്ട പ്രേംകുമാറിനെ കണ്ട് സഖാവ് EMS പറഞ്ഞത് ഇയാൾ കൃഷ്ണപിള്ളയെപ്പോലെയാണെന്നായിരുന്നു. കഥാപാത്രത്തിലേക്ക് അതിവേഗം സന്നിവേശം ചെയ്ത പ്രേംകുമാറിന് പക്ഷേ ആ ചിത്രം കൊണ്ട് നേട്ടമുണ്ടായില്ല. PA ബക്കർ സംവിധാനം ചെയ്ത ആ സമാന്തര സിനിമ തിയേറ്ററുകളിൽ റിലീസായില്ല. ചിത്രീകരണം പൂർത്തിയാകാത്തതുകൊണ്ട് അവാർഡിന് പോലും എത്തിയില്ല. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ ഒഥല്ലോ, മക്ബത്ത് പോലുള്ള ഗൗരവമേറിയ കഥാപാത്രങ്ങളാണ് പ്രേംകുമാർ അവതരിപ്പിച്ചിരുന്നത്. അധ്യാപകനായിരുന്ന P ബാലചന്ദ്രൻ ഒരുക്കിയ കഥാവശേഷൻ എന്ന തമാശ നാടകത്തിലെ അഭിനയമാണ് നാഴികക്കല്ലായത്. പിന്നീടാണ് ലംബോ എന്ന ടെലിഫിലിമിലെത്തുന്നത്. 150ഓളം സിനിമകളിൽ അഭിനയിച്ച പ്രേംകുമാർ ജീവിതത്തിൽ ഗൗരവക്കാരനാണ്. മികച്ച പ്രാസംഗികൻ കൂടിയാണ് അദ്ദേഹം. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മുൻ ചെയർമാൻ രഞ്ജിത്ത് അവധിയിലായിരുന്നപ്പോഴും ചുമതലകളെല്ലാം ജനറൽ കൗൺസിൽ അംഗങ്ങൾക്കൊപ്പം പ്രേംകുമാറും സെക്രട്ടറി അജോയ് ചന്ദ്രനും ചേർന്നാണ് നിർവഹിച്ചിരുന്നത്. 2025 വരെ ജനറൽ കൗൺസിലിന് കാലാവധിയുണ്ട്. അതിനുശേഷമേ പുതിയ ചെയർമാനെ നിയമിക്കൂ എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് പ്രേംകുമാറിന് തന്നെയാകും ഇനി ചുമതല. അക്കാദമിയുടെ അഭിമാന പരിപാടിയായ IFFKക്ക് കഷ്ടിച്ച് 3 മാസം മാത്രം. ഇതിനിടെ ചലച്ചിത്ര അവാർഡ് വിതരണവും സിനിമാ കോൺക്ലേവും പ്രേംകുമാറിന് നടത്തേണ്ടതുണ്ട്. പ്രേംകുമാറിന് പദവി നൽകുന്നത് വഴി എതിർ ശബ്ദങ്ങളെ കുറയ്ക്കാമെന്ന് സാംസ്കാരിക വകുപ്പും കരുതി. ശരിക്കും സമവായ സ്ഥാനാർത്ഥിയെപ്പോലെ സർക്കാരിൻ്റെ കയ്യിലെ ഏക തുറുപ്പുചീട്ടായിരുന്നു പ്രേംകുമാർ. വൈസ് ചെയർമാന് താൽക്കാലിക ചുമതല നൽകിയതിലൂടെ WCCയുടെ എതിർപ്പുകളെയും മറികടക്കാമെന്നാണ് വിശ്വാസം. IFFKയുടെ നടത്തിപ്പിനായി പ്രേംകുമാറിനെ സഹായിക്കാമെന്ന് സംവിധായകൻ ഷാജി N കരുണും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്ന അദ്ദേഹം തലസ്ഥാനത്ത് CPMന്റെ സാംസ്കാരിക മേഖലയിലെ വിശ്വസ്തൻ കൂടിയാണ്. ചെമ്പഴന്തി SN കോളേജിൽ KSU പാനലിൽ നിന്ന് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രേംകുമാർ സഖാവ് എന്ന തൻ്റെ ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചതിലൂടെയാണ് കമ്മ്യൂണിസ്റ്റാകുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ P കൃഷ്ണപിള്ളയുടെ ജീവചരിത്രം പറയുന്ന ചിത്രമായിരുന്നത്. PA ബക്കർ സംവിധാനം ചെയ്ത സിനിമയിൽ നായക കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. പടം ഇറങ്ങിയില്ലെങ്കിലും കൃഷ്ണപിള്ള പ്രേംകുമാറിൻ്റെ ശരീരത്തിൽ കൂടി. കൃഷ്ണപിള്ളയെപ്പറ്റി കൂടുതൽ വായിച്ചു. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും വായിച്ചു. ഒടുവിൽ പക്ക കമ്മ്യൂണിസ്റ്റായി. മനുഷ്യസ്നേഹമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രേംകുമാർ
ദിവസവും അല്പസമയം ബൈബിൾ വായനക്കായും മാറ്റിവെക്കും. ഒഴിവുവേളകളിലും ബൈബിൾ വായിക്കുന്നതാണ് ഇഷ്ടം. ഷാജി എൻ കരുൺ മുതൽ രഞ്ജിത്ത് വരെ സംവിധായകർ മാത്രമാണ് ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് വന്നിട്ടുള്ളത്. ഇതാദ്യമായാണ് ഒരു നടൻ അക്കാദമിയുടെ ചെയർമാനാകുന്നത്. രാജസേനന്റെ അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന സിനിമയിൽ രാജൻ പി ദേവും നരേന്ദ്രപ്രസാദും അവതരിപ്പിച്ച രണ്ടമ്മാവന്മാരുടെ അനന്തരവനായുള്ള സുന്ദരൻ എന്ന വേഷത്തിലൂടെയാണ് പ്രേംകുമാർ മലയാളികൾക്കിടയിലേക്ക് ചിരി എത്തിച്ചത്. ആ കഥാപാത്രം ഹിറ്റായതോടെ പാർവതി പരിണയം, 3 Men ആർമി, ആദ്യത്തെ കൺമണി, കൊക്കരക്കോ, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം പോലുള്ള ചിത്രങ്ങളിൽ വേഷമിട്ടു. റാഫി മെക്കാർട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന ചിത്രത്തിലെ സതീഷ് കൊച്ചിൻ എന്ന വേഷം അഭിനയത്തിൽ വഴിത്തിരിവായി. പക്ഷേ സിനിമയിലെ പവർ ഗ്രൂപ്പ് ഈ നടനെ വെട്ടിയൊതുക്കിയെന്നതാണ് യാഥാർത്ഥ്യം. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.